ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലെ 23 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാനത് വായിക്കാം. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുക്കൽ ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കടലിനെ കാറ്റിനെ ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞ് ഈശോ ഈ ശിഷ്യന്മാരെ എന്തുകൊണ്ട് ശാസിച്ചത്? കാറ്റ് തിരമാലകൾ ഉയർന്നപ്പോൾ, വഞ്ചി കൊല്ലാതെ കിടന്ന് ഉലഞ്ഞപ്പോൾ, കൊടുങ്കാറ്റിൻ്റെ അന്തരീക്ഷത്തിൽ ഭയപ്പെടുക സ്വാഭാവികമാണ്, മാനുഷികമാണ്. അതൊരു തെറ്റാണ്. തെറ്റാണെന്ന് ചോദിച്ചാൽ അവിടെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ആഴവും വലുപ്പവും പ്രകടിപ്പിക്കാൻ അവർക്ക് കിട്ടിയൊരവസരമായിരുന്നു അത്. അവരോട് കൂടെ ഈശോ ഉള്ളതുകൊണ്ട് അവർ ഭയപ്പെടാതിരിക്കണം. നമുക്കറിയാം, സങ്കീർത്തനം 23:4, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 23:4 പറയുന്നത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്നു, പക്ഷേ എൻ്റെ കൂടെ കർത്താവുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഇവിടെ ഇവർ എന്താ വിളിച്ചു പറഞ്ഞത്? കർത്താവെ, രക്ഷിക്കണമേ. അത് വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. പക്ഷേ രണ്ടാമത്തേത് അവിശ്വാസിയുടെ നിരാശയിലുള്ള നിലവിളിയാണ്. ഒന്നാമത്തെ വിശ്വാസിയുടെ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തേത് അവിശ്വാസിയുടെ നിരാശയിൽ നിന്നുള്ള നിലവിളിയാണ്. ഞങ്ങൾ നശിക്കുന്നു, ഞങ്ങൾ നശിക്കുന്നു എന്നായിരുന്നില്ല അവർ പറയേണ്ടത്. കർത്താവെ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കർത്താവെ, രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതി, അതിൽ തെറ്റില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ നശിക്കുന്നു എന്ന് പറയുമ്പോൾ നാശത്തെ ഇല്ലാതാക്കുന്ന രക്ഷകൻ തൊട്ടടുത്തുണ്ടെന്നുള്ള കാര്യം അവർ വിശ്വാസപൂർവ്വം ഉൾക്കൊണ്ടില്ല. നമുക്ക് പഴയ നിയമത്തിലേക്കൊന്ന് പോകാം. അത് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലാണ്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ചെങ്കടലിൽ കരയ്ക്കെത്തിയപ്പോൾ പുറകിൽ ഫറവോയുടെ സൈന്യം ആർത്തലച്ച് വരികയാണ്. ഫറവോയുടെ സൈന്യം എന്ന് പറഞ്ഞാൽ അന്ന് ആ മധ്യപൂർവ്വ ദേശത്ത് ഏറ്റവും ശക്തമായ കാലാൽപ്പടയും സൈന്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഈജിപ്തിലെ അധികാരികൾ. അവിടുത്തെ വലിയ സൈന്യമാണ് വരുന്നത്. ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു. ആദ്യം തന്നെ അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയുടെ ആഴമില്ലായ്മയും പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയില്ലായ്മയും പ്രാർത്ഥനയിലുള്ള ദൈവാശ്രയബോധമില്ലായ്മയും പ്രാർത്ഥനയിലുള്ള പ്രത്യാശയുടെ കുറവുമൊക്കെ അടുത്ത വാചകങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കോ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം എന്ന് അവർ ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. അപ്പോൾ 13 മുതലുള്ള വചനങ്ങളിൽ മോശയുടെ പ്രതികരണം കേൾക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചത് പുറപ്പാട് 14-10 മുതലുള്ള വചനങ്ങളാണ്. ഇനി 13 മുതലുള്ള വചനങ്ങളിൽ മോശയുടെ പ്രതികരണം. 13-14 അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങൾ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. ഈജിപ്തിൻ്റെ ആ ഫറവോയുടെ സൈന്യം എന്ന് പറയുന്നത് പൈശാചിക അടിമത്തത്തിൻ്റെയും പൈശാചിക ബന്ധനത്തിൻ്റെയും ഒരു അടയാളമാണ് ബൈബിളിൽ. പിശാചിൻ്റെ ദാസ്യം, പിശാചിൻ്റെ അടിമത്തം, പിശാചിൻ്റെ ബന്ധനം,
അതിൻ്റെ എല്ലാം ഒരു അടയാളമാണ് ഈ ഈജിപ്തിലെ അവരുടെ അടിമത്തം. അതിൽ നിന്നാണ് മോശ യേശുവിൻ്റെ പ്രതിനിധിയാണ്. മോശയുടെ നേതൃത്വത്തിൽ, അവസാനം ജോഷുവയുടെ നേതൃത്വത്തിൽ ഇവരെ മോചിപ്പിച്ച് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമേഖല ഇപ്പോൾ മോശ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പറയുകയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ആഴം. നമ്മളൊരു കാര്യം ഓർക്കണം, പിശാചിനോട് യുദ്ധം ചെയ്യാൻ നമ്മളെ ദൈവം നിയോഗിച്ചിട്ടില്ല. ഞാൻ ആവർത്തിക്കുന്നു, നമ്മളോട് പിശാചിനോട് യുദ്ധം ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടില്ല. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പ്രലോഭനങ്ങളെയും അവൻ്റെ പീഡകളെയും ചെറുത്തു നിൽക്കണം. എങ്ങനെ? 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. ഉള്ളിലാരാ ഉള്ളത്? ഈശോ. 2 കൊറിന്തോസ് 13:5, യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. പുറത്താരാ ഉള്ളത്? 1 യോഹന്നാൻ 5:19, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. അപ്പോൾ പിശാചിൻ്റെ സാന്നിധ്യം ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഭരണത്തിൽ കീഴിൽ വരാത്ത എല്ലാ വ്യക്തികളിലൂടെയും എല്ലാ വസ്തുക്കളിലൂടെയും എല്ലാ മേഖലകളിലൂടെയും പിശാച് ഇങ്ങനെ ഉപദ്രവം തന്നുകൊണ്ടിരിക്കും. അതിലാണ് പിശാചിൻ്റെ പീഡകളെന്ന് പറയുക, ഒപ്രഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് നേരിടേണ്ടി വരും. പക്ഷെ നമ്മൾ ചെറുത്ത് നിൽക്കണം. ചെറുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് വിധേയരായിക്കൊണ്ട്. ദൈവത്തിന് വിധേയരായിരിക്കുക, പിശാചിനെ ചെറുത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയിക്കൊള്ളുമെന്ന്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പിശാചിനെ ചെറുത്ത് നിൽക്കുമ്പോൾ, ദൈവത്തോട് വിധേയരായി പിശാചിനെ ചെറുത്ത് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ നോക്കിക്കൊള്ളും. അപ്പം നമ്മുടെ കൂടെ കർത്താവുണ്ട്, നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവർ ഈ നിലവിളിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായൊരു നിലവിളി ഇവരുടെ വശത്തുനിന്നുണ്ടാകുമായിരുന്നില്ല. ഇവർ കരഞ്ഞത് എന്താണ്? ഞങ്ങൾ നശിക്കാറായിരിക്കുന്നു. ഈശോ അവരെ ശാസിച്ചു, അല്പവിശ്വാസികൾ നിങ്ങൾ ഭയപ്പെട്ടെന്തിനാ? വിശ്വാസമുണ്ട്, പക്ഷേ അല്പമുള്ളൂ. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് വിശ്വാസമുണ്ട്, അല്പമുള്ളൂ. വിശ്വാസം നിറവെന്ന് പറയുന്നത് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തിലൂടെ ഉണ്ടാവേണ്ടതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ലോർഡ് ടോട്ടലി. അവൻ്റെ ശക്തിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവം എനിക്ക് മതിയായവനാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. സഹനങ്ങളുണ്ടാകാം, പിശാചിൻ്റെ പ്രലോഭനങ്ങൾ, പീഡകളുണ്ടാകാം, ടെംപ്റ്റേഷൻസ് ആൻഡ് ഒപ്രഷൻസ് അതുണ്ടാകാം. പക്ഷേ അവനൊരിക്കലും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഹി വിൽ നെവർ ബി ഏബിൾ ടു ഡിഫീറ്റ് മീ ആസ് ലോങ് ആസ് ഐ ആം വിത്ത് ജീസസ്. ഞാൻ യേശുവിനോടുകൂടി ആയിരിക്കുന്നിടത്തോളം കാലം അവനെന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. പീഡകൾ അത് ലോകത്തിൽ യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർ എത്രമാത്രം യേശുവിനോട് ഐക്യപ്പെടുന്നു അതനുസരിച്ച് പിശാചിൻ്റെ പരാജയം പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ പിശാചിനോടുള്ള യുദ്ധമല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവൈക്യത്തിൽ ജീവിച്ചുകൊണ്ട് പിശാചിനെ ചേർത്ത് നിൽക്കുക. നമ്മുടെ മുറിക്കകത്ത് ഇരുട്ടാണെങ്കിൽ ഇരുട്ടിനെ അടിച്ച് പുറത്താക്കണ്ട, വെളിച്ചം കൊണ്ടുവരാൻ നോക്കിയാൽ മതി. വെളിച്ചം ഈശോയാണ്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. അവനെ പരമാവധി സ്വീകരിക്കുക, അവനോട് ഐക്യപ്പെടുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ ആയിട്ടുള്ള ബന്ധത്തിൽ വളരുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ കേൾക്കുക, യേശുവിനെ അനുസരിക്കുക, നിരന്തരം യേശുവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക. എന്നിട്ട് യേശുവുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുമ്പോൾ പിശാചിന് നമ്മുടെ ഉള്ളിൽ പ്രവേശനം കിട്ടാതാകും. നമ്മൾ പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. നമുക്കിന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോടുള്ള നിരന്തരമായ ഐക്യവും ബന്ധവും ഊട്ടിയുറപ്പിക്കുന്ന എല്ലാ വഴികളും എനിക്ക് ഒരുക്കി തരണമേ. എല്ലാ മാർഗങ്ങളും എല്ലാ അവസ്ഥകളും എനിക്ക് ഒരുക്കി തരണമേ. എൻ്റെ ആത്മീയ ജീവിതം അങ്ങയോട് ഐക്യപ്പെട്ട ഒരു ജീവിതമാകട്ടെ. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്ന, പിശാചിനോട് നിരന്തരം നോ നോ പറഞ്ഞുകൊണ്ട് അങ്ങയോട് യെസ് യെസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ. അങ്ങയോടുള്ള നിരന്തരമായ യെസ് പിശാചിനോടുള്ള നോയാണ്. അതാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടത്. അതിനുള്ള കൃപാവരത്തിനെ ഞാൻ യാചിക്കുന്നു. ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.